ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അതിപുരാതന കാലത്തെ പുഴുക്ക ഞാൻ ഉണ്ടാക്കാൻ പോണേ. അതിപ്പോൾ ആർക്കും അറിയാൻ പോലും സാധ്യതയില്ല, അറിഞ്ഞിരിക്കാൻ പോലും. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു പുഴുക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് ഇതാണ്, ഉണങ്ങിയ കപ്പ, അതായത് വാട്ടുകപ്പ. ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതേപടി കോരി വെയിലത്ത്, നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി അനക്കാതെ അവിടെ ഇട്ടേക്കും 2 ദിവസം. 3-ാം ദിവസം വൈകുന്നേരത്തെ വെയിലും കൂടെ കൊണ്ടതിന് ശേഷം അത് പെറുക്കി ഓരോന്നോരോന്നായിട്ട് പെറുക്കാനേ പറ്റൂ, തൂത്തുകൂട്ടുകയല്ല. അത് വെതറുന്നതും ഒരു പ്രത്യേക രീതിയിൽ പരിചയമുള്ളവരാണ് ചെയ്യുന്നത്, അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. പിന്നെ ആ വേവും കൃത്യമായിരിക്കണം, കൂടുതൽ വെന്താൽ കൊള്ളില്ല. അങ്ങനെ 3 ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുത്ത കപ്പയാണിത്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോഴത്തെ കാലത്ത്, ഇതെൻ്റെ ചെറുപ്പകാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കപ്പയായിട്ട് ഡ്രൈയിങ് സ്ഥലത്തോട്ട്, ആ കമ്പനിയിലോട്ട് ചെന്നാൽ മതി, അവരത് തൊണ്ട് മുഴുവനും പൊളിച്ചു കളഞ്ഞ് നല്ലതായിട്ട് കഴുകി അരിഞ്ഞ് വാട്ടിയിട്ട് ഉണക്കിത്തരും. എല്ലാം മെക്കാനിക്കലാണ്. അതുകൊണ്ടാണ് ഈ കപ്പയിലൊട്ടും അഴുക്ക് പറ്റാതെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത്. ഇത് നല്ല നീറ്റായിട്ടിരുന്നാലും സത്യം പറഞ്ഞാൽ ആ ഒരു അകത്തെ തൊണ്ടോടുകൂടിയാണ് സാധാരണ വീടുകളിൽ പണ്ടൊക്കെ അരിഞ്ഞ് വാട്ടി ഉണങ്ങുന്നത്. അതിലെ ആ ചുമന്ന തൊണ്ടിനൊരു നല്ല, അതുകൂടെ അങ്ങ് വെന്ത് കഴിയുമ്പോൾ നല്ല സ്വാദായിരിക്കും. കഴുകുന്നത് വളരെ ശ്രദ്ധയോടെ കുതിർത്തി പിറ്റേ ദിവസം ഒരു 5-6 പ്രാവശ്യം കഴുകണം. കാരണം മണ്ണൊക്കെ കുറച്ചൊക്കെ പറ്റിയിരിക്കും, ചിലപ്പോൾ ചെളി കാണും ഒരു ശകലം. അല്ലെങ്കിൽ നല്ല പാറപ്പുറത്ത് വിരിച്ച് ഉണങ്ങിയ കപ്പയായിരിക്കണം. പാറ ഇല്ലാത്തവർ പറമ്പ് വെറുതെ വൃത്തിയാക്കിയിട്ടങ്ങ് കിളച്ചേച്ച് ആ കിളയുടെ പൊക്കത്തിലോട്ടാണ് ഇത് കൊണ്ടുപോയി ഇടുക. ഒരുപാട് ചെളി പറ്റുമെന്നൊന്നും ഓർക്കണ്ട, അത് അവിടെ നിന്ന് അനക്കിയാൽ ചെളി പറ്റും. നമ്മൾ സാരി വിരിക്കാറില്ലേ മണ്ണിൽ കൊണ്ടുപോയി കഞ്ഞി പിഴിഞ്ഞിട്ട്, അത് ഇടയ്ക്ക് വെച്ച് പോയി എടുത്താൽ ചെളിയോ മണ്ണോ ഒക്കെ പിടിച്ചിരിക്കും. നന്നായിട്ട് ഉണങ്ങി കുടഞ്ഞാൽ ചെളിയൊന്നും പിടിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാട്ടുകപ്പയുടെ കാര്യവും. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ചക്കക്കുരു, പിന്നെ വൻപയർ. അപ്പോൾ ചക്കക്കുരും വൻപയറും കപ്പയും കൂടെയുള്ള ഒരു ഫുൾ മീലായത്. അങ്ങനെ ഒരു ഗുണം കൂടെ ഇതിനുണ്ട്. ഇത് നേരത്തെ നമ്മൾ സാധാരണ ഈ പറമ്പിലിട്ട് ഉണങ്ങുമെന്ന് പറഞ്ഞാൽ ആ കപ്പവാട്ടൊരു ഉത്സവമാണ്. കപ്പവാട്ടുത്സവം, പെരകട്ടുത്സവം, ഇങ്ങനെയൊക്കെ ഉത്സവങ്ങളുണ്ടായിരുന്നു പഴയ കാലത്ത്. കപ്പ വേട്ടാൻ എല്ലാവരും കൂടും, അടുത്തുള്ളവരൊക്കെ വരും, കുറച്ച് ജോലിക്കാരും കാണും. അവർക്കും കൂലി കൊടുക്കുന്നത് ഈ കപ്പയാണ്, അല്ലാതെ പൈസയായിട്ട് അല്ല. ഇത് അരിയാൻ തന്നെ നല്ല ഒരു കത്തി വേണം, അവർക്ക് പ്രത്യേകം കത്തി കാണും. അതൊക്കെ ആയിട്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ജോലിക്കാർ തന്നെയാണ് വരുന്നത്. കണ്ടോ, 2 തുണ്ടും പൊളിച്ച കപ്പയാണിത്. അപ്പോൾ ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് ഇന്ന് ഒരു 15 മിനിറ്റോളം വേവിച്ച കപ്പയാണ്. ഇത് ഒരു 1-1.5 മണിക്കൂർ വേവ് കാണും വെറുതെ വേവിച്ചാൽ. പക്ഷേ ഇപ്പോൾ പ്രഷർ കുക്കർ ഒക്കെ വന്നപ്പം നല്ല എളുപ്പമാണ് ഇത് വേവിച്ചെടുക്കാനും. കടയിൽ മേടിക്കാൻ കിട്ടും ഈ കപ്പ. ഇതാ കണ്ടോ. അപ്പോൾ ഇത് വെള്ളം കളഞ്ഞ് വൃത്തിയാക്കി ഒന്നും കൂടെ കൊണ്ടുവരാം. ഇത് ചക്കക്കുരുവാണ്. പഴയ ചക്കക്കുരുവല്ല, ചക്കക്കുരു പുതിയതാണ്. പഴയ ചക്കക്കുരുവാണ്, മധുരം വെച്ച ചക്കക്കുരുവാണ് ഇതിന് ഏറ്റവും രുചി. അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിലാണ് മുറിക്കുക. ഇത് വെന്തിട്ടില്ല, വേവിക്കാം. ഇത് പയർ വെന്ത വെള്ളമാണ്. ആ വെള്ളം കളയണ്ട, അത് ഇതിലോട്ട് ഒഴിക്കും. കപ്പ വെന്ത വെള്ളം ഒഴിക്കില്ല, വല്ലാത്ത ഇഴുക്കലായിരിക്കും. തന്നെയല്ല, കപ്പയ്ക്കകത്ത് എന്തെങ്കിലും ഈ സയനൈഡ് അംശം ഉണ്ടെങ്കിൽ അത് കാണുകയില്ല, അത് കളയാനും കൂടെയാണ് ഇത് വെന്ത വെള്ളം കളയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇടാം. ഇത് ഉപ്പ്, കപ്പയിലും ഉപ്പിട്ടതല്ല കേട്ടോ. പയറിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. മുളകും മഞ്ഞളും കൂടെ ഇനി ചേർക്കണം.
നമുക്ക് അവനവന് വേണ്ട മുളകിടാം. ഒരു ടീസ്പൂൺ ഇട്ടു. അപ്പോൾ ഉപ്പായി, മുളകായി, മഞ്ഞളായി. വെന്ത പയറായത്. പയർ വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പയർ വറുത്തെടുക്കണം. ഒരുമാതിരി മണം വരുന്നവരെ, പച്ചക്കുത്ത് മാറുന്നിടം വരെ വറുത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുക. ആ പയറാണ് ഈ എടുത്തത്. എന്തിനാ പയർ വറക്കണമെന്നൊരു സംശയം വരും. ചെറുപയറാണേലും വറക്കണം. വറക്കുമ്പോൾ അതിൻ്റെ രുചി ഒരു സ്വല്പം എൻഹാൻസ് ചെയ്യും, സ്വല്പം കൂടും. പിന്നെ അതിൻ്റെ ലൈഫ് സ്വല്പം കൂടും. വേവിച്ച പയറാണ് ഇട്ടത്. അല്ലെങ്കിൽ ചക്കക്കുരുവിൻ്റെ വേവ് പോരാ പയറിന്. അപ്പോൾ മൂന്നായിട്ട് തന്നെ വേവിക്കണം. പയർ ഞാൻ വെറുതെ കൂടെയോട്ടിട്ടു. കുറച്ച് നല്ല വെള്ളം കൂടെ ഒഴിക്കാം. ഇതാണ് നമ്മുടെ അരപ്പ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മഞ്ഞളുണ്ട്, മുളകുണ്ട്, തേങ്ങയും കരിവേപ്പിലയുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇതൊന്ന് അരച്ചിട്ട് ചതഞ്ഞാൽ മതി. അരയ്ക്കണ്ട, എന്നാലും ആദ്യം ഒന്ന് ചതച്ചിട്ട് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് മൊത്തം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അങ്ങനെയാണ് പുഴുക്കിനുള്ള പാകം. തേങ്ങയൊക്കെ കാണണം. ഇതിപ്പോൾ നല്ലപോലെ തേങ്ങയുണ്ട്. കപ്പയും കൂടെ വരുമ്പോൾ നല്ലപോലെ കൂട്ടും കാണും. ഇതൊന്ന് അരച്ചിട്ട് വരാം. നമുക്ക് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. നല്ലപോലെ വെന്തു, നല്ല വെന്തുടഞ്ഞു. ഇതിലിപ്പം നമ്മളൊഴിച്ച വെള്ളമൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കപ്പയിലോട്ട് ചേർക്കാം. ഒന്ന് മാഷ് ചെയ്യുകയാണേ. അസലായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ചക്കക്കുരുവിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കാം. ഇപ്പോഴല്ലേ സമയം. ഇതിന് ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഈ പയർ വേവിച്ചതും പയറും ചക്കക്കുരുവും കൂടെ വേവിച്ചത് ഇങ്ങോട്ടൊഴിക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ. ഇളക്കി നല്ലപോലെ യോജിപ്പിക്കാം. നമുക്ക് നല്ല ബ്രൗൺ കളറാണ്. ശരിക്കും ഇളക്കുമ്പം ഈ വലുതായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞോളും. ഉണ്ടോ? ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാം തിളച്ച സാധനങ്ങളാണ്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. എല്ലാവരും കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രം നമുക്ക് ഈ അരപ്പിടാം. ഇതാണ് എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. തേങ്ങ, മഞ്ഞൾ, മുളക്, ജീരകം, വെളുത്തുള്ളി, കരിവേപ്പില. ദേ നോക്കൂ, ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. പയറൊക്കെ കറക്റ്റായിട്ടുണ്ട്, ഒട്ടും കൂടുതലില്ല. കപ്പയൊക്കെ അങ്ങോട്ട് ഉടഞ്ഞ് കാണാനേ ഇല്ല. അത് ഇളക്കുന്നതുകൊണ്ട് മാത്രം ഉടയുന്നതാണ്. ഇനി ഇതിലൊരു അല്പം വെളിച്ചെണ്ണ വേണമെങ്കിലൊന്ന് തൂളുക, അത്രയേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ച് അത്രയേ എടുത്തിട്ടുള്ളൂ. അവിയലിന് ചെയ്യുന്ന മാതിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയിട്ടാണ് ഫൈനൽ കരിവേപ്പില ഇടൽ. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ ആ മണം പുറത്തോട്ട് വരുള്ളൂ. ഇനി ഒന്നും ചെയ്യണ്ട, കഴിച്ചാൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന്, അല്ലേ? അപ്പോൾ ഇനി ഇത് എല്ലാവരും വല്ലപ്പോഴും കടയിൽ മേടിക്കാൻ കിട്ടും ഈ വാട്ടുകപ്പ. ഇപ്പോൾ ഇതേപോലെ ഉണങ്ങിയ വാട്ടുകപ്പ ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതേപോലെ ഉണങ്ങിയ വാട്ടുകപ്പ നമുക്ക് കടയിൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.